സ്കിപ്പിംഗ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ചാടി ചാടി വരുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അന്ന് എന്റെ കൂട്ടത്തിലുണ്ട്. വേറെ ആരുമല്ല, ഏഞ്ചു ആണ്. ഇത് കണ്ടോ, ചാടി ചാടി മുന്നോട്ടാണ് ആള് വരുന്നത്. അതെ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് സ്കിപ്പിംഗ് വ്ളോഗാണ്. ഇനി കുറച്ച് ഓയച്ചാട്ടം കാണാം, അതായത് നമ്മുടെ ഓയയുടെ ചാട്ടം കാണാം. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ആകും. അതായത് ഇത്രയും ദിവസം ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് ഇന്നൊരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാലുവേന, കൈവേന, നെഞ്ചുവേന എന്നുള്ള രോഗങ്ങൾ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒറ്റ ദിവസം അങ്ങോട്ട് ചെയ്യും. പിന്നെ അങ്ങനെ ഈ രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നത്. ഓയാണെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴേക്കും അവളെക്കാളും വലുതാണ് ഈ സ്കിപ്പിംഗ് റോപ്പ് എന്ന് പറയുന്നത്. സോ ഞങ്ങൾ അവരെ സഹായിക്കാമെന്ന് കരുതി. സ്കിപ്പിംഗ് എന്ന് പറയുന്ന സാധനം ഓയ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് ചെയ്യുന്നതും. സ്കിപ്പിംഗ് റോക്ക് കൊണ്ട് ഒരു കറക്കം കഴിഞ്ഞ് അവളുടെ കാലിനടുത്ത് എത്തിക്കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴാണ് അവൾ ചാടുന്നത്. പിന്നെ എങ്ങനെ അവൾക്ക് ഇങ്ങനെ സ്കിപ്പിംഗ് പഠിക്കാൻ പറ്റുന്നത്? കുഴപ്പമില്ല, എല്ലാം ശരിയാകും. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാം. അവക്കും ഇങ്ങനെ ചാടി ചാടി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവള് കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കോമഡി ആയിട്ടാ തോന്നുന്നത്. ഒന്ന് കറക്കും ഒന്ന് ചാടും, വീണ്ടും കറക്കും ഒന്ന് ചാടും. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ആദ്യം ഇങ്ങനെ പഠിക്കട്ടെ, എന്നിട്ട് കണ്ടിന്യൂസ് ആയി കറക്കിയിട്ട് ചാടി പഠിപ്പിക്കാന്ന് വിചാരിച്ചു. എത്ര ചാടിയിട്ട് ഇതിനൊരു അവസാനം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുക. കാരണം എനിക്ക് ചെയ്യണേ. ഒരിടത്ത് നിന്ന് ചാടുന്നു പറയുന്നതോറും ഇവള് മുന്നോട്ടായിട്ട് കയറി വരണേണ്. അതുപോലെ തന്നെയാണ് ഏഞ്ചും. ഒരിടത്ത് നിന്ന് ചാടെന്ന് പറയുമ്പോഴേക്കും ഒരു ഏക്കർ വിട്ട് അപ്പുറത്തായിരിക്കും അവള് ചാടി നിൽക്കുന്നത്. ഈ വ്ളോഗ് കുറച്ചധികം ബോറിംഗ് ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ ഞാൻ പറയുന്ന കാര്യം ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്യാതെ പോകരുത്. അപ്പൊ എല്ലാവർക്കും ബൈ.